ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് മിനി വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. ചേച്ചി എന്ന് പറയുകയാണെങ്കിൽ വലിയച്ഛൻ്റെ മോളാണ് കേട്ടോ. വലിയച്ഛൻ്റെ മോൾ വൈകി ചേച്ചി എന്നാണ് പേര്. വൈകി ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അങ്ങനെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ എല്ലാവരെയും പോലെയാണ് ചേച്ചിക്ക് നല്ല സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ ബർത്ത്ഡേ. അങ്ങനെ ചേച്ചി കേക്ക് കട്ട് ചെയ്തപ്പോൾ തന്നെ നല്ല കേക്കായിരുന്നു കേട്ടോ. ആ പൂവ് തന്നെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കി. എല്ലാവരും പോലെ തന്നെ ആ പിറന്നാളെന്ന് പറയുമ്പോൾ ചേച്ചിയുടെ മനസ്സിൽ നല്ല സന്തോഷം. ഒരിക്കൽ ചേച്ചി അങ്ങനെ വല്യച്ഛനെ നോക്കിയാണ് കേട്ടോ. അതായത് ചേച്ചിയുടെ അച്ഛനെ നോക്കിയാണ്. വല്യച്ഛൻ മോൻ കഴുകാൻ പോയിരിക്കുകയാണ് കേട്ടോ. വല്യച്ഛൻ അങ്ങനെ മോൻ കഴുകിയിട്ട് വന്നതും ചേച്ചി വെച്ചു കൊടുക്കുന്നതിനെക്കാട്ടി മുമ്പ് വല്യച്ഛൻ ചേച്ചിയുടെ വായ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു കാഴ്ച കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്ന് നോക്കി. ശ്വാസമൊന്ന് വിട്ടോട്ടെ. അത് നല്ല രസമായിരുന്നു. ഓരോരുത്തരുടെ വായിലോട്ട് ചേച്ചി കേക്കുകൾ വെച്ച് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. പൊന്നൂൻ്റെ കണ്ണൊക്കെ മുട്ടായിലോട്ടാണ് നോട്ടം. ഞാനവിടെ ഒരു സൈഡിലിങ്ങനെ നിൽപ്പുണ്ട്. അച്ഛനാണെങ്കിൽ എല്ലാവരുടെ കയ്യിലും മുട്ടായി എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുട്ടികളാണെങ്കിൽ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ആ കൊച്ചു മോൻ ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അച്ഛൻ എനിക്ക് മുട്ടായി എന്ന് പൊന്നിന് മുട്ടായി കൊടുത്ത് പൊന്നു ആ കർട്ടൻ്റെ ഇടയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആരുടെയൊക്കെ ബർത്ത്ഡേ ജൂൺ 4 നടന്നു എന്നൊക്കെ എന്ന് പറ്റാൻ കമൻറ്റ് ചെയ്യുക കൂട്ടുകാരെ. എല്ലാവരെയും പോലെ എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നെങ്കിൽ എല്ലാവരെയും പോലെ എനിക്ക് നല്ല സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. ഒന്ന് ഉറക്കം എണീക്കാൻ പത്തോട്ട് കിടക്കുന്നത് വരെ എന്ത് സന്തോഷമാണെന്നോ. എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് മാർച്ച് 9 പൊന്നുവിൻ്റെ എന്ന് പറയുന്നത് സെപ്റ്റംബർ 22 കേട്ടോ. ആ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസത്തിലൊന്നാണ് പിറന്നാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നിങ്ങളുടെയൊക്കെ പിറന്നാൾ എന്നാണെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളവിടെ ഇങ്ങനെ എല്ലാവരും ആ ചാരിയും നിന്നും ഇരുന്നൊക്കെ ഓരോന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ വല്യമ്മയാണ് ആ പച്ച മാക്സി ഇട്ടുകൊണ്ട് നിൽക്കുന്നത്. ഈ കേക്ക് വാങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകി ചേച്ചിയുടെ മാമനാണ് കേട്ടോ. മാമൻ എന്ന് പറയുന്നെങ്കിൽ എൻ്റെ വൈകി ചേച്ചിയുടെ അമ്മയുടെ അനിയനാണ് കേക്ക് വാങ്ങിക്കൊടുത്ത്. ചേച്ചി എൻ്റെ വായിലും വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചെറിയിലൊക്കെ ചെറുതായിട്ട് പറ്റിയെടുത്ത് കള്ളിപ്പൊന്നിന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പൊന്നിന് കൊടുത്തപ്പോൾ തന്നെ നമുക്ക് ചെറിയ നാണമുണ്ട്. എല്ലാവരെയും കണ്ടുകൊണ്ടായിരിക്കും ചെറിയ നാണമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പൊന്ന് കേക്ക് കഴിക്കുകയാണ്. ഞാനും കഴിച്ചു കേട്ടോ. എൻ്റെ ചെറിയിലൊക്കെ ചെറുതായിട്ട് പറ്റിയിട്ടുണ്ട്. നല്ലൊരു കേക്കായിരുന്നു കേട്ടോ. അകത്തും ഒരു ചെറിയ നല്ല ജാമിൻ്റെയൊക്കെ ഫ്ലേവർ ഇങ്ങനെ കുത്തി കയറിയിട്ടുണ്ട്. അച്ഛനും വലിയച്ഛനൊക്കെ അവിടെ നിൽക്കുകയാണ്. അച്ഛൻ പെട്ടെന്നൊരു കത്തിയെടുത്ത് അവിടെ ഇരുന്ന ഒരു ഉണ്ട പോലത്തെ ഒരു ക്രീം, അതിൻ്റെ പേരൊന്നുമില്ല. ആ ക്രീം ഇങ്ങനെ എടുത്ത് പൊന്നുകുട്ടിയുടെ വായിലോട്ട് വെച്ച് കൊടുത്തു കേട്ടോ. അവളുടെ വായിലോട്ട് വെച്ച് കൊടുത്തു. എനിക്കത് കിട്ടിയില്ല കേട്ടോ. പൊന്നിൻ്റെ വായിക്കകത്ത് വെച്ച് കൊടുത്തപ്പോൾ തന്നെ ആ ഒരു കൊച്ചിൻ്റെ വായിലും അച്ഛൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവനും കഴിച്ചു. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. അവൻ്റെ വായിലും വെച്ച് കൊടുത്തു. അപ്പോൾ നല്ല രസമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു മിനി വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ കമൻറ്റ് ചെയ്തൊരു കുഞ്ഞ് ലൈക്കൊക്കെ അടിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.